ബി.ജെ.പി. കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 43ാമത് ഗണേശൻ ബലിദാന ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി. കയ്പമംഗലം മറവുശാല ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ സമ്മേളനം ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയ്ക്കാവ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ മനസ്സിൽ 43 വർഷക്കാലമായി നെഞ്ചിലേറ്റി നടക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും സംഘപരിവാറും. ആരാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ? എന്താണ് അവരുടെ ലക്ഷ്യം? എന്തായിരുന്നു CPM-കാരുടെ ലക്ഷ്യം? ആരാണ് ഈ ഗണേശയെ വധിക്കുവാനുള്ള ഉത്തരവിട്ടത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. 1980 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടത്. ഇന്ന് 4, നാളെ 5, മറ്റന്നാ 6 ബി.ജെ.പിയുടെ പിറന്നാളാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് 1980 ഏപ്രിൽ മാസം 6-ാം തീയതി ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ട് ഏകദേശം 1 വർഷം തികയുമ്പോഴാണ് ഗണേശയുടെ കൊലപാതകം നമ്മുടെ ഈ കയ്പമംഗലത്തിന്റെ മണ്ണിൽ അരങ്ങേറി. എന്തുകൊണ്ട് ബി.ജെ.പിയുടെ ആളുകൾ പകരം വീട്ടിയില്ല? ഞങ്ങൾക്ക് യാതനയും വേദനയും കഷ്ടപ്പാടും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇക്കാലം അത്രയും ഞങ്ങളുടെ പ്രവർത്തകർ മുന്നോട്ട് പോയല്ലോ. പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ഘോരന്റെയും കാളിയുടെയും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് ബാധിക്കൊണ്ട് പടുത്തുയർത്തിയെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഗുണ്ടകളല്ലേ ഞങ്ങളുടെ ഗണേശിയെ വധിച്ചത്? മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെൽ കോർഡിനേറ്റർ PS അനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എടവിലങ്ങ മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി, ജനറൽ സെക്രട്ടറി പ്രിൻസ് തലാശ്ശേരി, OBC മോർച്ച ജനറൽ സെക്രട്ടറി സതീശൻ തെക്കിനിയടത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് പള്ളത്ത്, കയ്പമംഗലം കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് KG ദിലീപ്, ജനറൽ സെക്രട്ടറി കണ്ണൻ, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് വെങ്കിടങ്ങൽ, സെക്രട്ടറി രാജേഷ് കൊട്ടാരത്ത്, BDJS മണ്ഡലം പ്രസിഡന്റ് സുധൻ എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.